DC സിനിമ കണ്ടേ. അരുൺ സംവിധാനം ചെയ്ത് നമ്മുടെ ഡയറക്ടർ ലോകേഷ് കനകരാജ് അഭിനയിച്ച സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. കുടുംബമായിട്ടാണ് കണ്ടത്. സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ബ്ലോഗർമാർ കുറേ പേര് പറഞ്ഞതുപോലെ സ്ഥിരം ഒരു കഥയൊന്നുമല്ല. നല്ല എക്സലൻ്റ് സ്റ്റോറിയാണ്. അതായത് നല്ല റിയൽ ലൈഫോട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോറിയാണ്. നമ്മളെ ബ്ലോഗേഴ്സുമാർ പറയുന്ന പോലെ സ്ഥിരമായിട്ട് കാണുന്ന കഥയൊന്നുമല്ല. ഇതൊക്കെ അത്യാവശ്യം ലോകപരിജ്ഞാനവും നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് ലോകത്തെ കണ്ടവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഈ കഥയെന്ന് പറയുന്നത് ഒരു റിയൽ സ്റ്റോറി തന്നെയാണ്. അത്തരം രീതിയിലാണ് കഥ പോണത്. രണ്ടാമത് ഇതിൻ്റെ ആക്ഷൻ, മൂന്നാമത് ഇതിൻ്റെ ലോകേഷ് കനകരാജിൻ്റെയും ഒപ്പം അതിലുള്ളവരുടെ അഭിനയം, നാലാമത് ക്യാമറ, അഞ്ചാമത് ആർട്ട് ഡയറക്ഷൻ, ആറാമത് കോസ്റ്റ്യൂം ഡിസൈനിങ്, ഏഴാമത് ഇതിൻ്റെ കളറിങ്. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യത്യസ്തമായിട്ട് ഡിഫറൻ്റായിട്ട് നിൽക്കുന്ന സിനിമയാണ് DC. പിന്നെ ഇതിലുപരി അനിരുദ്ധിൻ്റെ മ്യൂസിക്, അനിരുദ്ധിന് നല്ല മ്യൂസിക് സെൻസ് ഉണ്ടെന്ന് ഈ പടം തെളിയിക്കുകയാണ്. കാരണം സാധാരണ അനിരുദ്ധിൻ്റെ പടങ്ങളിൽ മ്യൂസിക് ചെയ്യുന്ന പടങ്ങളൊക്കെ വളരെ ഹൈപ്പ് മ്യൂസിക്കാണ്. അത് ആ സിനിമകളിലെല്ലാം സ്റ്റാറുകളുടെ പടങ്ങളായതുകൊണ്ടാണ് ഹൈപ്പ് മ്യൂസിക് എന്ന് ഉള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. DC സിനിമയുടെ പിന്നെ മ്യൂസിക്കിൽ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധിന് നല്ല കർണാട്ടിക് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതിനെക്കുറിച്ചൊന്നും ആഴമായ നോളജ് ഇല്ല, അല്ലെങ്കിൽ നോളജ് വളരെ കുറവാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി തെറ്റില്ല, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അന്വർത്ഥമാക്കുന്ന രീതിയിൽ അത്യാവശ്യം കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും വെസ്റ്റേണും എല്ലാം കൂടെ ചേർത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അതും മാത്രമല്ല, പടത്തിൽ എവിടെയൊക്കെയാണ് മ്യൂസിക് വേണ്ടത് അവിടെ മാത്രമേ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ആ പ്ലേസിങ് പടത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഇത് ഈ പടത്തിൻ്റെ ബേസിക്. പിന്നെ ഇതിനേക്കാളുപരി നമ്മുടെ ബ്ലോഗേഴ്സിനൊക്കെ സ്ഥിരം കാണുന്ന ഒരു കുഴപ്പം എന്തെന്നറിയാമോ? നമ്മൾ സൂപ്പർ സ്റ്റാറുകളോ ആരെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ അഭിനയിച്ച ചില പടങ്ങളാണെങ്കിൽ ഇത്തിരി കൊള്ളാമെങ്കിൽ ഇത്രയ്ക്ക് കൊള്ളാമെന്ന് പറയും. പക്ഷേ അല്ലാതൊരു പുതിയ ഒരാളുടെ എൻട്രിയോ, അയാൾ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞുള്ള ആളോ, ഇത്തിരി കണ്ട ഒരു എന്താ പറയണത്, ഏതോ ഒരു ആദിവാസി ലുക്കോ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു വലിയ ഗ്ലാമറൊന്നും ഇല്ലാത്ത ലുക്കൊക്കെ ഉള്ള ഈ നടന്മാർ അംഗീകരിക്കുക ഇപ്പോഴും പ്രേക്ഷകർ നമ്മളെ ഇടയിൽ ഒരു മടിയുള്ളതുപോലെ ഇപ്പോൾ ബ്ലോഗർമാരുടെ സംസാരത്തിൽ തോന്നിയിട്ടുണ്ട്. കാരണം അവരെല്ലാം ഈ പടത്തിൻ്റെ ഒരു ആവറേജാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഈ പടത്തിന് 10ൽ 10 സ്റ്റാർ കണ്ണും പൂട്ടി കൊടുക്കുക. നല്ല ഒന്നാം തരം ആക്ഷൻ റിയൽ ലൈഫ് ത്രില്ലറാണ് ഈ പടം. അത്ര സ്റ്റൈലായിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടടുത്ത് അത്യാവശ്യം എന്ത് പറയണത്, ലവ് കൂടെ ചേർത്ത് എടുത്തിട്ട് സ്ക്രീൻ പ്രസൻറ്റ് കൊണ്ട്, സ്ക്രിപ്റ്റിൻ്റെ വേഗത കൊണ്ട്. ഒന്നാമത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അതാണ് അന്യായം. കാരണം എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. എത്ര വേഗത്തിൽ പോകണോ അത്രയും വേഗത്തിൽ നമുക്കത് പൾസായിട്ട് കയറണം. തിയേറ്റർ ഇളകി മറിയായിരുന്നു, തിയേറ്റർ ബൂസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു ഈ പടത്തിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടിട്ട് ഒരു സ്ഥിരം ആർട്ടിസ്റ്റുകളുടെ കാസ്റ്റിങ്ങും ഇല്ലാതെ വളരെ തിയേറ്റർ ഹൗസ്ഫുള്ളിലിരുന്ന ജനം ആഘോഷിക്കുന്നത് കണ്ട്, അത് സിനിമയുടെ പൾസ് കൊണ്ട് മാത്രമാണ്, സിനിമ ഒരുക്കിയിരിക്കുന്ന പൾസ് കൊണ്ട് മാത്രമാണ്. അത്രയും പവർഫുൾ ഫിലിമാണ് ഈ സിനിമ. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് തിയേറ്റർ വാച്ച്. സിനിമയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. സൂപ്പർ സ്റ്റാറുകളുടെ പടമൊന്നും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ പോലും ഇത്രയും വൃത്തിയുള്ള പടം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്ഥിരം സിനിമ കാണുന്ന പിന്നെ ആളാണ്. പിന്നെ എൻ്റെ മകനും വൈഫിനും ഒക്കെ സൂപ്പർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. അതാണ് അതിൻ്റെ അകത്തുള്ള ഡ്രോബാക്ക്. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി സിനിമ കാണുന്നില്ല, അയാൾക്ക് പലതും പറയാൻ, അയാളിങ്ങനെ തന്നെ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും. അങ്ങനെയല്ല, അവർക്ക് അത്രയും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എന്ന് പറയണത് ഇളകി മറിയാണ്. ഒരു സിനിമ കണ്ടിട്ട് സിനിമയുടെ കഥ അവരെ സ്വാധീനിച്ച്, സിനിമയുടെ സീക്വൻസുകൾ സ്വാധീനിച്ച്, അതിലുള്ള ആക്ഷൻ കൊറിയോഗ്രാഫി സ്വാധീനിച്ച്, ഒരു സൂപ്പർ സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ലാതെ, ഒരു ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ഇല്ലാതെ ഒരു പടം ഇത്രയും ക്ലിക്കായി നമ്മുടെ ഫീലോടെ ഓഡിയൻസ് ഇങ്ങനെ എഫക്റ്റോട് അവിടെ വിളിക്കുകയും കൈയടിക്കുകയും കൂവുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, അതാണ് അത്രയ്ക്ക് പടം ഇമോഷണലി ഓഡിയൻസോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത്രയും നല്ല സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ, അത്രയും നല്ല ഡയറക്ഷനാണ്.
അത് പോയിട്ടൊരു നമ്മളായാലും പറയുന്ന കഥയില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ലോകം അല്പമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ യൂട്യൂബിൽ ചരിത്രങ്ങൾ, ഇന്ത്യയുടെ ചരിത്രങ്ങളും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്കും പഴയ സിസ്റ്റവും ഒക്കെ ഇതിനിടയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് എങ്ങനെയൊക്കെ രീതിയിൽ ഇതിനെ ചൂഷണം ചെയ്യുന്ന വിധങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ അക്കമിട്ട് നിരത്തിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് കുറച്ച്, അതുകൊണ്ടാണ് ഈ നമ്മൾ ബ്ലോഗേഴ്സൊക്കെ പറയുന്നത്, ബ്ലോഗേഴ്സിന് പൊതുവേ ഈ പറഞ്ഞ പോലെ വേർതിരിവ് പോലെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നത് ഈ നമ്മുടെ വലിയ കുട്ടപ്പന്മാർക്കൊന്നും പിടിക്കില്ല. കാരണം അതിൽ ഇവരാരാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാം വലിയ കുട്ടപ്പന്മാരാണ്. ഈ വലിയ കുട്ടപ്പന്മാർക്കൊന്നും ഈ സാധാരണ ഈ കഥ ഇങ്ങനെ പൊളിച്ചു പറയുമ്പോൾ അവരെല്ലാവരും വില്ലന്മാരായിട്ട് മാറും പ്രേക്ഷകരുടെ ഇടയിൽ. അപ്പം അതുകൊണ്ട് തന്നെ അവർ എത്ര തന്നെ ഈ മറ്റുള്ളവരെ കൊല്ലണ സീന് കണ്ടാലും പ്രേക്ഷകർ കൈയടിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായ നല്ല സ്റ്റാൻഡേർഡ് ഫിലിമാണ്. സ്റ്റാൻഡേർഡ് നല്ലൊരു ആക്ഷൻ, ലവ്, ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം കൂടെ ഒത്തൊരുങ്ങിയ ഒരു നല്ല ഒന്നാം തരം 10ൽ 10 സ്റ്റാർ കൊടുക്കാൻ പറ്റിയ സിനിമയാണ് പ്രേക്ഷകർ ഈ പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല സ്മാർട്ട് ആക്ഷൻ ലവ്ലി മൂവിയാണ്. ഇതിന് ഞാൻ 10ൽ 10 സ്റ്റാർ തന്നെ കൊടുക്കുകയാണ്. ഇതിൽ വേറെ ഒരു ഫിലിം എന്നുള്ള നിലയിൽ, ഫിലിമിൻ്റെ മേക്കിംഗ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് 100% തിയേറ്ററിൽ 2.5 മണിക്കൂർ ആർമാദിച്ചിട്ട് തിരിച്ചു വരാം. ഫാമിലി ആയിട്ടായാലും കുട്ടികളായിട്ടായാലും ആരുമായിട്ടായാലും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോവുക. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. 100 കോടി മുതൽ 150 കോടി ക്ലബിൽ ഈ സിനിമ എത്രയും വേഗം എത്തേണ്ട കപ്പാസിറ്റി ആ പടത്തിനുണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഫുൾ വീഡിയോ കാണാൻ കരുതി നിങ്ങൾ നവക് പ്രപഞ്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ കയറി കാണുക.